ദാഇയെ സംബന്ധിച്ചിടത്തോളം ദഅവത്ത് ചെയ്യുന്ന ആരാകട്ടെ, വീട്ടുകാരോടാകട്ടെ ആരോടാകട്ടെ, അവരോട് റഹ്മത്തുണ്ടാകണം. ചില ആളുകളെ കാണാം റോഡിലൂടെയൊക്കെ തിരിഞ്ഞു നടക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ ബിദ്അത്തുകാരായ ആളുകളോട് അങ്ങേയറ്റം ഗമയോടുകൂടി അല്ലെങ്കിൽ അങ്ങേയറ്റം മോശമായി, വളരെ മോശമായി സംസാരിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. അത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അവിടുന്ന് പറയുകയാണ്, വജഅൽ ലിവജ്ഹിക മുഖ്ലതൈനി കിലാഹുമാ മിൻ ഖശ്യത്തി റഹ്മാനി ബാക്കിയതാനി. നിന്റെ മുഖത്ത് രണ്ട് കണ്ണുകളും എങ്ങനെ നിറഞ്ഞിരിക്കുക? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടായിരിക്കുക. ലൗ ശാഅ റബ്ബുക കുൻത അയ്ളൻ മിസ്ലഹും. നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നീയും ഇതുപോലെ ആയേനെ. ഫൽ ഖൽബു ബൈന അസാബിഇർ റഹ്മാനി. കാരണം എന്താണ്? ഹൃദയങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിരലുകൾക്ക് ഇടയിലാണ്. അപ്പോൾ റബ്ബിന്റെ തൗഫീഖ് ലഭിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ ഒരു മസ്ജിദിലേക്ക് എത്തിയത്. റബ്ബിന്റെ തൗഫീഖ് ലഭിച്ചത് കൊണ്ടാണ് ഇൽമിന്റെ മജ്ലിസിലേക്ക് വരാൻ പറ്റിയത്. 5 വഖത്ത് പള്ളിയിൽ നിസ്കരിക്കാൻ വരാൻ പറ്റിയത് എന്താണ്? റബ്ബിന്റെ തൗഫീഖാണ്. ആ ഒരു തൗഫീഖ് ലഭിച്ചത് കാരണത്താൽ നാം ഒരിക്കലും മോശമായി മറ്റുള്ള ആളുകളോട് പെരുമാറാൻ പാടില്ല. അവരോട് റഹ്മത്തോടുകൂടിയായിരിക്കണം നാം പെരുമാറേണ്ടത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നിട്ട് ചോദ്യം ചോദിക്കുകയാണ്. ഇയാൾ വന്നിട്ട് പറയാണ്, ഞാനൊരു പ്രാവശ്യം ഉംറ ചെയ്തു. ആ ഉംറ ചെയ്തപ്പോൾ എൻ്റെ തലയിലെ മുടികൾ മുഴുവനും വടിച്ചു കളഞ്ഞു. രണ്ടാമതും ഉംറ ചെയ്തപ്പോൾ എൻ്റെ താടി മുഴുവൻ ഞാൻ വടിച്ചു കളഞ്ഞു. ഇയാളുടെ ചോദ്യമാണ്, പിന്നീടും ഞാൻ ഉംറ ചെയ്തു, അപ്പോൾ എൻ്റെ മീശ മുഴുവനും വടിച്ചു കളഞ്ഞു. ഇത് കേട്ട ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അവിടുന്ന് കരയാണ്. കാരണം ആ ഒരു ചോദ്യകർത്താവിൻ്റെ, ആ ഒരാളുടെ ജഹാലത്തോർത്ത്, അദ്ദേഹത്തിന് ഈ ഒരു കാര്യം അറിയില്ലാലോ എന്നൊരു കാര്യം ഓർത്ത് അദ്ദേഹം കരയുകയാണ്. നാമൊക്കെയാണ്, നമുക്ക് പെട്ടെന്ന് ഈ കഥ കേട്ട ചിരി വരും. പക്ഷേ ഉലമാക്കൾ അങ്ങനെയായിരുന്നു, റബ്ബാനികളായ പണ്ഡിതന്മാർ അങ്ങനെയായിരുന്നു. ആരോടാണോ ദീനിലേക്ക് ക്ഷണിക്കുന്നത്, സംസാരിക്കുന്ന ആളുകളോട് അങ്ങേറ്റം റഹ്മത്ത്. അവർ ദുആ ചെയ്യും, എപ്പോഴും സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അപ്പോൾ നാം ദഅവത്ത് ചെയ്യുമ്പോൾ നാം അങ്ങേറ്റം ഇഖ്ലാസോടുകൂടി, അതുപോലെ തന്നെ റബ്ബിലേക്ക് വേണ്ടി മാത്രമായിരിക്കണം. അല്ലാതെ ചില ആളുകളൊക്കെ ദേഷ്യം തീർക്കാൻ വേണ്ടി വീട്ടുകാരോടൊക്കെ കയർത്ത് സംസാരിക്കുക, അവർക്ക് ഹിദായത്ത് ലഭിച്ചിട്ടില്ല എന്ന കാരണത്താൽ അവരോട് മോശമായി സംസാരിക്കുക, ഇതൊരു ദഅവത്ത് ചെയ്യുന്ന ഒരാളുടെ വിഷയത്തിൽ വരാൻ പാടില്ല. കാരണം അവൻ അങ്ങേയറ്റം റഹ്മത്തുള്ള ഒരാളായി തീരേണ്ടതാണ്.